പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളും പരിഗണിച്ച ശേഷം അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി.എസ്. വിനീത് കുമാർ. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് പുറമെ 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകിയിട്ടുണ്ട്. വിഷം കൊടുത്തതിന് 5 വർഷം തടവും 50,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. മൂന്നാം പ്രതിക്ക് 3 വർഷം തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. പിഴത്തുക ഷാരോണിന്റെ മാതാപിതാക്കൾക്ക് നൽകും. പ്രോസിക്യൂഷൻ കേരള പോലീസിന്റെയും വിജയമാണിതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലാഖിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203 അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു.